അപ്പം ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ കുറച്ച് പുറയിൽ കവനൂരായത്, കവനൂരിൻ്റെ പുറകിൽ വന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇപ്പം രാവിലെ എടുത്ത് നമ്മുടെ മെയിൻ ഡ്രൈവർ വീണ്ടും ചുഴറ്റാൻ തുടങ്ങി. അതെ, ആരും കൂടെ ഇരുന്നില്ല കേട്ടോ, ഞാൻ തന്നെ ഉള്ളായിരുന്നു. അങ്ങനെയല്ല എന്നിട്ട് ഉണ്ണി പറഞ്ഞേ, ഉണ്ണി അങ്ങനല്ല പറഞ്ഞേ. 3:30 മണി വരെ ഞാൻ ഓർമ്മയുണ്ട്. ആണോ? ചുഴറ്റുന്ന കൂടെ ഇരിക്കുമായിരുന്നു. 3:30 മണി വരെ. 3:30 മണി ആയപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി കൂടെ ദൂരം പോകാലോ. ഞാനും പറഞ്ഞു ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഒരു കാരണവശാലും പോയത് സൈഡാക്കിക്കോളാം. ഉറക്കം വന്നിട്ട് നിർത്തിയതല്ല, 2 മണിക്കൂർ ഉറങ്ങാനായിട്ട് നിർത്തിയതാ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ചുരത്തിന്റെ താഴെ പോയി കിടന്നാൽ പോരാന്ന് ചോദിച്ചു. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഞാൻ കേൾക്കുന്ന സമയം. ഞാൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി കിടന്നോ, അല്ലേ ഉറക്കം നടക്കുകയല്ല. അല്ലെ ക്യാമറാമാൻ രാവിലെ വണ്ടി വിട്ടോളാൻ പറയും, നമ്മൾ ഉറക്കത്തില്ലെന്ന്. അത് ക്യാമറാമാന്റെ വേട്ടയ്ക്ക് വെച്ച് നമുക്ക് അതിലും നല്ല നൈസായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും. ഇപ്പൊ നമ്മൾ അരീക്കോട് എത്തി. അപ്പൊ ഇന്നലെ രാത്രിയെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ കുറച്ച് ദൂരമൊക്കെ വഴി മോശമായിരുന്നു കേട്ടോ. എനിക്ക് ഉറക്കം ശരിയായൊന്നുമില്ല. വഴി ഭയങ്കര മോശമായിരുന്നു. പിന്നെ നന്നായി. ഇന്നലെ മെയിൻ ഡ്രൈവർ അരീക്കോട് ഇത് മെയിൻ ഡ്രൈവർ 2-3 പ്രാവശ്യം വിളിച്ച് ചോദിച്ചു കേട്ടോ, എവിടാ നിങ്ങൾ എന്നൊക്കെ 2-3 പ്രാവശ്യം വിളിച്ച് ചോദിച്ചു. അവിടെ എത്തിയെന്നൊക്കെ ചോദിച്ച് രാത്രി 12 മണിക്കും വിളിച്ച്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന് വണ്ടിയില്ല, വണ്ടിയെ കിടക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല. അതെ അതെ. മുക്കം നേരെ ലെഫ്റ്റിലേക്ക് എടവണ്ണപ്പാറ, മുക്കം താമരശ്ശേരി, ചാലിയാർ പുഴയ്ക്ക് മുകളിൽ കൂടിയാണ് നമ്മൾ വന്നത്. ഇപ്പം ഇവിടെ ഒരു പത്തനാപുരം ഉണ്ട് കേട്ടോ. പത്തനാപുരമാണല്ലോ. നമ്മൾ അടൂരപ്പുറം പത്തനാപുരം ഉണ്ടല്ലോ, ഗണേഷ് കുമാറിന്റെ മണ്ഡലം. അതെ. മുക്കം 7 കിലോമീറ്റർ, താമരശ്ശേരി 22, കോഴിക്കോട് 29. ഗോതമ്പ് റോഡുണ്ട് ഇവിടെ കേട്ടോ. ഗോതമ്പ് റോഡായത് നല്ല അടിപൊളി കമുകന്തോപ്പും വാഴത്തോപ്പും ഒക്കെ കേട്ടോ. താമരശ്ശേരി 15, മാനന്തവാടി 85. ഇപ്പം നമ്മൾ മുക്കം എത്തി. രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല, ഉണർന്ന് വരുന്നതേ ഉള്ളൂ ടൗണുകളൊക്കെ. അപ്പോഴേ രാവിലെ കാപ്പി എങ്ങനാ? കാപ്പി നമ്മള് അവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ആണോ? പോന്ന വഴിക്കോ? പോകുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നില്ലല്ലേ? ഇല്ല, ഉണ്ടാക്കുന്നില്ല. നമ്മുടെ കണക്കൂട്ടില് തെറ്റിയോണ്ട് രാവിലത്തെ കാപ്പി ഓർഡർ ചെയ്തു. ആണോ? എന്നാ കണക്കൂട്ടിൽ തന്നെ തെറ്റിയെന്ന് പറഞ്ഞു. അതെ, നമ്മള് രാത്രി കിടന്നുറങ്ങാതെ പോയിരുന്നെങ്കിൽ നേരം വിളിക്കുമ്പോ കാപ്പി കുടിക്കേണ്ട ടൈം ആകുമ്പോ കർണാടക കയറിയാണ്. അപ്പൊ നമ്മള് കാപ്പി വെക്കാന്നായിരുന്നു കണക്കൂട്ടില്. അപ്പൊ നമ്മള് കിടന്നുറങ്ങിയോണ്ട് സമയം പോയി. അപ്പൊ കേരളത്തിലായതുകൊണ്ട് കാപ്പി കുടിച്ചിട്ട് പോവാം. അതെ, കടയിൽ നിന്ന് കഴിക്കാന്ന് വെച്ചു. കടയിൽ നിന്ന് കഴിച്ചേക്കാം. ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടല്ലോ. നീലേശ്വരം, ഇപ്പൊ പത്തനാപുരം കണ്ടു, നീലേശ്വരം കണ്ടു. ഓമശ്ശേരി ബസ് സ്റ്റാൻഡ്. ലെഫ്റ്റിലേക്ക് കൊടുവള്ളി 6 കിലോമീറ്റർ, കൊയിലാണ്ടി നേരെ 37 കിലോമീറ്റർ. അതെ, ഉറക്കം മാത്രമേ ഉള്ളല്ലോ, സൈഡിൽ ഇരുന്ന് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, പുലിയാള്. ആണോ? പുലിയാണോ? വഴിയൊക്കെ നല്ല ഭംഗിയായിട്ട് അറിയാം. എനിക്ക് മനസ്സിലായി. എന്നാ വെച്ചാൽ ഉറങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞതല്ലേ? പിന്നെ ഞാൻ ഉറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് നിങ്ങൾ പുറകോട്ട് മാറുന്നത്. ഞാൻ അവിടെ കയറിയിരുന്ന് എനിക്ക് ഒരു കോള കണ്ണടയ്ക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ഗംഭീരമായ പരിപാടിയായിരുന്നു. ഡ്രൈവിംഗ് ആയിരുന്നു. ഉറങ്ങാൻ പറ്റില്ല. പുഷ്പവിമാനത്തെ പോണ ഒരു സുഖമായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിനു മുമ്പ് കയറിയിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. കൽപ്പറ്റ 34 കിലോമീറ്റർ. ഇപ്പം നമ്മുടെ താമരശ്ശേരി ചുരമാണ് നമ്മൾ കയറുന്നത്. അപ്പോഴേ ഉണ്ണി പറഞ്ഞതനുസരിച്ച് നമുക്ക് ചുരം കയറി മോളിൽ ചെന്നിട്ട് കാപ്പി കുടിക്കാൻ തീരുമാനിച്ചു. ആയില്ലല്ലേ? ചുരം കയറുന്ന നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. എപ്പോ വന്നാലും എത്ര തവണ കയറിയാലും ചുരം കയറുന്ന ഒരു അനുഭവം. അതെ. ഇപ്പോഴേ ഇവിടുന്ന് ചെറിയ ട്രാഫിക് ഉണ്ട് കേട്ടോ, വണ്ടികളുണ്ട് നല്ലപോലെ. ആദ്യത്തെ വളവാണ്. ഉണ്ണിയേ, നമ്മുടെ ഈ റൂട്ട് ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തതല്ലേ ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ആള് അല്ലേ? പുള്ളിയല്ല നമ്മുടെ മുകളില് ഒരു മരത്തെ തളച്ചേക്കുന്നത് ചങ്ങലയിട്ട്. അപ്പൊ അതിന്റെ കഥ അറിയോ? അതെന്താന്ന് വെച്ചാൽ ഇവര് ഇവിടുന്ന് ബ്രിട്ടീഷുകാർക്ക് മൈസൂറുമായിട്ടൊരു അക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഒരു മാർഗവും ഇല്ലായിരുന്നു. ഇവർക്ക് ഏറ്റവും പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്നായിരുന്നു. ടിപ്പു സുൽത്താനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവർക്ക് മൈസൂറുമായിട്ടുള്ള ഒരു വഴിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കരിന്തണ്ടൻ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ എല്ലാം കാണാപ്പാടായിരുന്നു.
അങ്ങനെ കരിന്തണ്ടൻ്റെ സഹായത്തോടെ ഇവർ കുതിരപ്പുറത്ത് സായിപ്പ് കരിന്തണ്ടനെ കൂട്ടുപിടിച്ച് പോവുക. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഈ പുള്ളിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വഴിയെല്ലാം മാർക്ക് ചെയ്ത് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഒരു നാണക്കേട്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വഴി കണ്ടുപിടിച്ചൊന്നൊരു നാണക്കേട് ഒഴിവാക്കാനായിട്ട് ഈ മനുഷ്യനെ പാവം കൊന്നുകളു. അന്നത്തെ കാലത്ത് നാഷണൽ പെർമിറ്റായ കാളവണ്ടിയൊക്കെ ഇതിലെ കൂടെ പോകുന്നതൊക്കെ ഓരോ അപകടത്തിലൊക്കെ പെട്ട് ആൾക്കാർക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ഇത് കരിന്തണ്ടൻ്റെ പ്രേതത്തിൻ്റെ ഉപദ്രവം കൊണ്ടാണ് അങ്ങനെ ആത്മാവ് അലഞ്ഞു നടക്കുവാന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു പേടിയും കുറെ കഥകളും കെട്ടുകഥകളും എല്ലാം വന്ന് മനുഷ്യനിലെ കൂടെ പോകാൻ പേടിയായി തുടങ്ങി. അന്നേരമാണ് ഒരു മരത്തേൽ ഈ പുള്ളി ഒരു ചങ്ങല ഇത് ബന്ധിച്ചത്. ആ പേടി മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു കഥയും ഇവിടെ കൂടെ ഉണ്ട്. ലക്കിടിയിൽ അവിടെ ഒരു നമുക്ക് പോണ വഴി കാണാം ഈ മരം. ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ചങ്ങല തുരുമ്പെടുക്കുകയെന്നാണ് പറയപ്പെടുന്നത്. ആ ചങ്ങലയിൽ പുള്ളിയാൽ ബന്ധിച്ചേക്കുവാ, ആവാഹിച്ച് അവിടെ ബന്ധിച്ചേക്കുവാണ് അഭ്യൂഹം. അല്ല അഭ്യൂഹമല്ല, കഥ. അത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് അറിയത്തില്ല. അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. പക്ഷെ ഈ ഇവര് പറഞ്ഞ് മറ്റേ വാമൊഴിയായിട്ട് പറഞ്ഞു വന്ന കഥയായത്. അതിപ്പോ നമ്മള് മുകളിലേക്ക് കയറി പോകുമ്പോഴേ ചങ്ങലയൊക്കെ കാണാം. ചങ്ങല കാണാം. എന്താണല്ലേ രാവിലെ കയറി പോകുന്നോണ്ടായിരിക്കും വലിയ തിരക്കില്ലാതെ നമുക്ക് സൈഡ്. അത് തന്നെയല്ല, വലിയ മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതെ, നല്ല നല്ല കാലാവസ്ഥയൊന്നും ഇല്ലേ. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്. അത് AC-യുടെ കേട്ടോ തണുപ്പ്. നീ തണുപ്പെന്ന് പറഞ്ഞാൽ നീ ഇതിനകത്ത് ഇരുന്നിട്ടാ വല്ലപ്പോഴും പുറത്തോട്ടൂടെ ഇറങ്ങണം, അന്നേരം അറിയാം വെളിയിലത്തെ തണുപ്പെന്നാ. തണുപ്പ് AC ഇട്ടേക്കുന്നുണ്ടോ കേട്ടോ. തിരക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, വണ്ടി നല്ലപോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ബ്ലോക്ക് ഒന്നും ആകാതെ അങ്ങനെ ഇടയ്ക്ക് ഇതുപോലത്തെ വലിയ വണ്ടി വരുമ്പോ ഈ ചെറുവണ്ടിക്കാർക്ക് കയറി പോകാനുള്ള ബുദ്ധിമുട്ട് പേടിയൊക്കെ വരും. അതുകൊണ്ട് വരാം. ചുരമല്ലേ, ഈ വഴിക്ക് ഒരു ശകലം കൂടെ വീതി വേണം ഈ രണ്ട് സൈഡും അല്ലേ. വീതി വേണ്ട. ഇവിടെ ടണൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ടണൽ വന്നാൽ നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയല്ല. കുറ്റാക്കൂരി ഇരുട്ടി കൂടെ പോകേണ്ടി വരും. അതെ, ശരിക്കുവേ ഇതുപോലെ ടണലും ഒക്കെ വരുമ്പോ സാധാരണ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്നാ അറിയാം, ഈ റോഡ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. നമ്മുടെ കുതിരാനില്ലേ പഴയ റോഡില്ലല്ലോ. പഴയ റോഡില്ലല്ലോ. പക്ഷെ അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. അതെ, അത് അങ്ങനെ തന്നെ നിലനിർത്തണം. പക്ഷെ അല്ല, അവിടുന്ന് ആ അമ്പലത്തിന്റെ അവിടെ വരെ ഉണ്ട്, പകുതി വരെ ഉണ്ട്. അത് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടില്ല. ശരിക്കും പഴയ റോഡും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ബൈക്കുകാരൊക്കെ വരുന്ന വയ്ക്കുക വളവനല്ലേ. അതുപോലെ തന്നെ ഒരെണ്ണം പുറകിലും ഉണ്ടായിരുന്നു. ആണോ? പിന്നെ ഈ വണ്ടി വഴിയിലായിപ്പോയല്ലോ. പിന്നെ ആ മുകളിലോട്ട് നോക്കിയേ, അവിടെ കയറി ചെല്ലണം നമ്മള്. ഇവിടെ താഴെയൊക്കെ കുറച്ച് തീർത്തും വീതി കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് കൂടുതലുണ്ടാകുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തുന്നത് ഒരു പ്രശ്നമാണേ. പൊറോട്ട അതെ, അവിടെ നിർത്താൻ പാടില്ലെന്നാ അല്ലേ. പൊറോട്ട എന്തായാലും വണ്ടിയാണ് നിൽക്കുന്നത്. നോ പാർക്കിംഗ് ബോർഡൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ ഇവിടെ നിന്നേ താഴേക്ക് ഒരു നല്ല വ്യൂ അല്ലേ, അതൊക്കെ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വരുന്നവര് നിർത്തും. ശരിക്കും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും വ്യൂ പോയിന്റ് ആയിട്ട് ആക്കിയിട്ടുണ്ടാ. അതിനുള്ള ഒരു സ്ഥലം റെഡിയാക്കിയിട്ട് താഴേക്ക് നല്ല രസമല്ലേ. മഞ്ഞായോണ്ടൊന്നും കാണത്തില്ല കേട്ടോ. എല്ലാവരും ഫോട്ടോഷൂട്ടാ രാവിലെ. അപ്പോഴേ നമ്മള് താമരശ്ശേരി ചുരം കയറി നമ്മൾ മുകളിലെത്തി. വയനാടിന്റെ കവാടത്തിലോട്ട്. അതെ, വെൽക്കം ടു വയനാട്. NH 766. അപ്പോഴേ ഇനി നമ്മൾ വയനാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു ഫോറസ്റ്റ് കോസ്റ്റ് ആണല്ലോ, ലക്കിടി. അപ്പോഴേ ഇതാണ് നമ്മൾ പറഞ്ഞ ചങ്ങലായിട്ട് കരിന്തണ്ടനാണ് നിൽക്കുന്നത്. ഉണ്ട്. അതെ, നമ്മളൊന്ന് ഇറങ്ങണം അവിടെ. വണ്ടി നിർത്താൻ ഇടേണ്ട ഇറങ്ങാം. അത് അവിടെ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്, ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരിന്തണ്ടൻ സ്മാരകം. 1750-നും 1800-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു. ചങ്ങല ഇത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതാണ് ചങ്ങല.
ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മൾ ആ കയറി വന്നിടത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വണ്ടി നിർത്താൻ ഇടയില്ലായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ കാണിക്കുകയും ചെയ്ത് ലക്കിടി ശ്രീ കരിയാത്തൻ ഭഗവതി മുനീശ്വരൻ കോവിൽ ചങ്ങലയിട്ടമരം ക്ഷേത്ര കമ്മിറ്റി. അപ്പോഴേ ഇനി നമുക്ക് എവിടെയെങ്കിലും നല്ല കട കാണുകയാണെങ്കിൽ കഴിക്കാം കേട്ടോ. ആ, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലക്കിടിയിലാണ്. ഇവിടുന്ന് കഴിക്കുന്നോ? പൂക്കോട്ടിലേക്ക് 1 കിലോമീറ്റർ, കൽപ്പറ്റ 14. പൂക്കോട്ടിലേക്ക് അത് കേട്ടോ. മെയിൻ ഡ്രൈവർ കാണണോ? നമ്മുടെ മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്നേ ഇപ്പോൾ ഇവിടെ ചാടി ഇറങ്ങിയാനെ. അതെ, രാവിലെ ക്യാമറമാൻ ഏറ്റു വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴേ ഫുഡ് വേണം. ഫുഡല്ല, ഈ ഫ്രണ്ട് ഗ്ലാസും തുടയ്ക്കണം, ഈ സൈഡിലെ ഗ്ലാസും തുടയ്ക്കണം. കേട്ടല്ലോ അല്ലേ? നാളെ തൊട്ട് കൃത്യമായിട്ട് ചെയ്ത് വെച്ചോണം. ഇത് കൊടിയ പീഡനമായി പോയിട്ടോ ഈ ട്രിപ്പ്. കേട്ടല്ലോ? അല്ല, ചെയ്ത് കൃത്യമായിട്ട് നമ്മളായിട്ടൊരു പരാതിക്ക് ഇട കൊടുക്കുക. അല്ല, ഞാൻ മെയിൻ ഡ്രൈവറോട് ഞാൻ പറയാറില്ല. അല്ല, ക്യാമറമാൻ ഒരിക്കലും മെയിൻ ഡ്രൈവറോട് പറയാൻ പറ്റിയില്ല. അപ്പൊ പ്രോട്ടോകോളിൽ എങ്ങനെ കൂടെ വരുന്ന ആരാണോ ആള് ചെയ്യേണ്ട പണിയാ. രാവിലെ തന്നെയല്ല, ഇനി ഇടയ്ക്ക് ഈ ഗ്ലാസ്സിൽ വണ്ടി ഓടുമ്പോൾ ചെളിയൊക്കെ പറ്റും. ആയിക്കോട്ടെ. അന്നേരം എല്ലാം ഗ്ലാസ് തുടയ്ക്കണം നല്ലപോലെ. വിശ്രമിക്കുന്ന സമയത്ത് തന്നെ ഉപദ്രവിച്ചേക്കരുത്. അത് വിശ്രമം ഇതിനകത്ത് ഡേ ടൈമിൽ വിശ്രമം ഇല്ല. അപ്പോൾ ഉണ്ണി മസാല ദോശ പറഞ്ഞു, ഡാഷ് ഒരു പൊറോട്ട, അയലക്കറി, പിന്നെ അത് ബാജി. ഞാൻ ഒരു പൊറോട്ടയും ബാജി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളവിടെ കിഴങ്ങറി അത്ര. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പം ലക്കിടിയിലാണ് ഉള്ളത്. അടുത്ത കഴിഞ്ഞ് വൈത്തിരി, കൽപ്പറ്റ, പനമരം, പിന്നെ തോൽപ്പെട്ടി, കുട്ട വഴി നേരെ നമ്മൾ വിരാജ്പേട്ട് കുടകിലേക്ക് പോകും. അപ്പം വയനാട്ടിൽ നിന്ന് നേരെ കുടകിലേക്ക്. ഈ കുടയിലോട്ടൊക്കെ വരണമെന്ന് നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. മടിയായിരുന്നു. അതെ, ഫുഡൊക്കെ കഴിച്ചില്ലേ? വേണമെന്ന് കിടന്നുറങ്ങിക്കോ, ക്ഷീണം മാറാൻ. കിടന്നുറങ്ങണം. ഭക്ഷണവും വിശ്രമവും. അതെ, അതാ പറഞ്ഞേ, പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. കിടന്നുറങ്ങിക്കോ. ചെറുതായിട്ടൊന്നും മയങ്ങണം, അല്ല ശരിയാകില്ല. കണ്ണ് പൊളിക്കാൻ തുടങ്ങി. ആണോ? അത് കൂടുതൽ ഉറങ്ങിയിട്ടാ? ഇല്ല, ഉറങ്ങിയില്ല. സ്ഥലം ഉറക്കം ശരിയായില്ലേ? ശരിയായില്ലേ? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സൈഡിൽ നിന്ന് നല്ല ഇതുണ്ടായിരുന്നു. എന്നാ പറയുന്നതിന്, കൂർക്കമ്മലി. വേറൊരു കാര്യം ഞാൻ പറയാ, എന്നാണേലുവേ ഇവനെ രാജേഷിനെ നടുക്കല്ലേ കിടത്തിയെ, എന്നോ കൂർക്കമ്മലി രാത്രിക്ക് സൈലൻസർ പിടിപ്പിക്കണം. എന്നാണേലേ സൂര്യൻ പിള്ളേരെ സമ്മതിക്കണം. എന്നാന്നറിയോ, ഇപ്പൊ ഈ കൂർക്കമ്മലി കേട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരികയില്ല. അവര് മറ്റേ പഴയ അവരുടെ സൂര്യയുടെ ഒക്കെ വീട്ടിൽ പോവല്ലേ, ഇവൻ കൊണ്ടുവിട്ടൊക്കെ തിരിച്ചു പോരുവാണല്ലേ, പഴയ മീഡിയം വേവിന്റെ ഇത് റേഡിയോ ഓണാക്കി വെക്കും. അതിനകത്ത് രാത്രി പരിപാടി ഇല്ലല്ലോ, ഇങ്ങനെ ഒച്ച ഇരപ്പ് കേട്ടോ. അതല്ലേ കുഞ്ഞിക്കളി രാത്രിയിലുണ്ടല്ലോ, ഈ ഉറക്കത്തെ എന്റെ മൂക്ക് പൊത്തി പിടിച്ചിട്ടുണ്ട്. എടാ, അതൊക്കെ ചേർന്നല്ല, എന്റെ മൂക്കിനകത്തൂടെ കയറി പോകും. അതുകൊണ്ടാ കേട്ടോ. വൈകുന്നേരം കിടക്കാൻ നേരത്ത് പറയാം, അഥവാ കൂർക്കം വലിക്കുകയാണ് എന്നെ ഒന്ന് ചെരിച്ച് കിടത്തിയാൽ മതി, നിന്നോളൂ എന്ന് പറഞ്ഞു. കുറേ സഹിക്കാൻ മേലാവുന്നോ. ഞാൻ പതുക്കെ ഇങ്ങനെ തലപൊക്കി നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ കിടന്ന് കൂർക്കം ചെരിഞ്ഞ് കിടന്ന് കൂർക്കം വലിക്കും. ഞാനും ഇടയ്ക്കൊന്ന് ഉണന്നേ, ഭയങ്കര സൗണ്ട് കേട്ടിട്ടെ. പക്ഷെ അന്നേരം പിന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു 5:45 കഴിഞ്ഞപ്പോൾ അതിനൊരു താളം വന്നു. കാരണം അപ്പുറേന്ന് നിങ്ങളും എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് നല്ല മറ്റേ പാഞ്ചാരിമേളൊക്കെ കേൾക്കുന്ന പോലെ എനിക്കിവിടെ നല്ല സുഖമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. ഒരാൾ വലിക്കുമ്പോൾ ഒരാൾ താത്തു. കൂർക്കം വലിച്ച അത്യാവശ്യം നല്ലോണം വലിച്ചു. സൗണ്ട് പക്ഷേ ഇവന് ഭയങ്കര സൗണ്ട്. അവന് നല്ല സൗണ്ട് ഉണ്ട്. അതിനറിയാം, സാധകം ചെയ്യുന്നോണ്ടോ, വെളുപ്പിനേറ്റ് കൂർക്കം വലിക്കുന്നോണ്ടേ. കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് മടുത്ത് വന്ന് കിടന്നുറങ്ങി എന്നെ നിങ്ങൾ രണ്ടുപേരുടെ കളിയാക്കുമല്ലോ. മടുത്ത് കിടന്ന് നീ ഉറങ്ങിയാ പോരെ, കൂർക്കം വലിക്കണം. ഇപ്പോഴേ വൈത്തിരിയായി. അപ്പൊ നമ്മളിനിയിപ്പോ കർണാടക ബോർഡറിലേക്ക് അധികം ദൂരമില്ല, എനിക്കൊന്നൊരു 10-60 കിലോമീറ്റർ കാണുള്ളൂ. നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും കർണാടക കയറും. ഒന്നെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കാം, ഇനി അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഒക്കെ ഉണ്ടാകാം. നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് ഫാസ്റ്റിംഗ് ആക്കിയിട്ട് വൈകുന്നേരം കഴിക്കാമല്ലോ, ആഹാരം ഉണ്ടാക്കി കഴിച്ചാൽ. അത് പറ്റില്ല. ഉച്ചയ്ക്ക് കഴിക്കണം, കഴിക്കാതൊന്നും പറ്റത്തൊന്നുമില്ല. കഴിച്ചില്ലേ തലവേദന എടുക്കും, വിറയ്ക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഓ, അത് സാരമൊന്നുമില്ല. ആഹാരം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിനക്ക് അവന് ഇവിടെ ഇടയ്ക്കുന്ന ഒരു ബണ്ണ് മേടിച്ചു കൊടുക്കും. അതെ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അവനുള്ളത് നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. എന്നിട്ട് വൈകിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അതെ, ഇതറിഞ്ഞായിരുന്നു ഒരു പൊറോട്ട പാഴ്സൽ മേടിച്ചോണ്ട് പോരാ. പൊറോട്ട മതിയായിരുന്നു. ശരിയാ, അതിനും വേണേലും മുന്നോട്ട് മേടിക്കാൻ കിട്ടും. നല്ല ഭംഗിയുണ്ടോ പള്ളി? അതൊരു മസ്ജിദാ. നല്ല ഭംഗിയുണ്ട്, പഴയ നിർമ്മിതിയാ. അതെ, ആ കിടക്കുന്ന വണ്ടി കണ്ടോ, മറ്റേ നിസാനാ വരെ. അത് സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്ന ഓടുമെന്ന് എനിക്ക് സംശയം. അത് ഓടാൻ പറ്റിയല്ല. ഇതേറെ ഈ വണ്ടി ഓടിക്കുന്നത് ഏത്?
അറിയത്തില്ലേ? പാവപ്പെട്ടവരുടെ ഷാരൂഖ് ഖാൻ. അതോ സൽമാൻ ഖാനാണോ? എങ്ങനെ കരുതാം. അതെയോ? വെയിലടിക്കുന്നോണ്ട് എടുത്ത് വെച്ചതാ. ആണോ? ആ, അവിടുന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ഒരൊറ്റ വിടിയില്ല, ഈ കേബിൾ വഴി ഇഞ്ഞ പോരും. അതെ. ആ സൈക്കിൾ കേട്ടോ അല്ലേ? സൈക്കിൾ രണ്ടുപേരതെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഞാനല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. സ്പോർട്സ് ടൂറിസം. കൽപ്പറ്റ നേരെ റൈറ്റിലേക്ക് മേപ്പാടി, പൊഴുതന ലെഫ്റ്റ്. ഊട്ടി റൈറ്റിലേക്ക്, മൈസൂർ ലെഫ്റ്റിലേക്ക്. അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. നമ്മൾ കട്ടപ്പനയ്ക്കും കുമ്പളയ്ക്കും ഒക്കെ പോകുന്ന പോലെ. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, ഇതെല്ലാം കാപ്പിത്തോട്ടങ്ങളാണ്. കൽപ്പറ്റ ടൗൺ, ബാംഗ്ലൂർ, മൈസൂർ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. അപ്പോൾ വയനാടിൻ്റെ ജില്ലാ ആസ്ഥാനമാണ് കൽപ്പറ്റ. അപ്പോഴേ നമ്മൾ ബൈപ്പാസിൽ കൂടെ വന്ന് ഇപ്പറേ ഇറങ്ങി. ഇത് കൽപ്പറ്റ ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ്. മാനന്തവാടി ലെഫ്റ്റ്, തിരുനെല്ലി ലെഫ്റ്റ്. തിരുനെല്ലി അമ്പലത്തിലൊക്കെ പോയായിരുന്നു അല്ലേ? പണ്ടൊന്ന് പോയതാ. മുന്നേ പോയിട്ടുണ്ട്. ഞാൻ പോയി കഴിഞ്ഞ ഇടയ്ക്ക് പോയി അല്ലേ? അതെ. നീ കുറച്ചങ്ങോട്ട് ചെന്നാലേ വനമൊക്കെ ആയിരിക്കും, മൃഗങ്ങളൊക്കെ കാണും കേട്ടോ. പിന്നെ ഇവിടെ തോൽപ്പെട്ടി മറ്റേ ജീപ്പ് സഫാരി ഉണ്ടല്ലോ. ആണോ? പിന്നെ അപ്പം ജീപ്പ് സഫാരി പോവുകയാണോ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാം. കണിയാമ്പറ്റ 3.8 കിലോമീറ്റർ. ഞാൻ പറയാം പനമരം ജെയിൻ ടെമ്പിൾ 10 കിലോമീറ്റർ. പച്ചിലക്കാട്, അല്ലെങ്കിൽ എവിടെയാലും എല്ലായിടത്തും പച്ചിലക്കാടാ. അതെ, കലുങ്ക് പണിയാ. കലുങ്ക് പൊളിച്ചിട്ട് പുതിയ വാർക്കാനാന്ന് തോന്നുന്നു. പനമരം എത്തി. ഇവിടെ അങ്ങനെ പനമരം നിപ്പുണ്ടോ നോക്കണം കേട്ടോ. ആ, അതൊരു മാവാ. പനമരം ഉണ്ടോന്ന് നോക്കാം. പനമരമൊക്കെ ചിലപ്പം പോയി കാണും അല്ലേ? അല്ലേ ഉണ്ണി? പനമരമൊക്കെ പോയി കാണും. ഹൈവേ വന്നപ്പോൾ പനമരമൊക്കെ എടുത്ത് വെള്ളത്തിൽ. അതെ, പനമരം ബസ് സ്റ്റാൻഡാ. പനമരം പാലം അത്. അതെ, നെല്ലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കൊയ്തോണ്ടിരിക്കുക അവിടെ. അത് ഇതെല്ലാം നെല്ല് വിളഞ്ഞു കിടക്കുന്ന, ഇതെല്ലാം കൊയ്യാനുള്ളതെന്ന് തോന്നുന്നു. അതെ, എന്നെ വലിയ കുറ്റം പറഞ്ഞു, ഭയങ്കര കൂർക്കമ്പലിയായിരുന്നു പറഞ്ഞു. ഇപ്പൊ ഒരാളിപ്പോ ഒന്ന് കിടന്നുറങ്ങി. എന്നാ കൂർക്കമ്പലിയായിരുന്നു കേട്ടായിരുന്നല്ലോ. അത് കേട്ടു. ഉറങ്ങാച്ച ഇപ്പൊ ഏറ്റതേ ഉള്ളൂ. അന്നേരം കൂർക്കം വലിച്ചായിരുന്നു കേട്ടോ, നല്ലപോലെ വലിച്ചായിരുന്നു. ഈ ഞാൻ അങ്ങനെ കൂർക്കം വലിക്കാറുണ്ടോ? അതിപ്പോ അങ്ങനെ വലിക്കാറൊന്നുമില്ല, ഉറങ്ങുമ്പോ മാത്രമേ. അത് ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കിയാ അറിയാം. അതായത് എല്ലാവരോടും ഒന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി. ഉണ്ണി ഒരു യോഗാചാര്യനും കൂടെ ഇരിക്കുന്ന കണ്ടില്ലേ? ചുമ്മാ ഇത് കാലൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുന്നുണ്ടോ എങ്ങനെയാന്ന്. അപ്പം ഞങ്ങളെ എന്നെയും ജലജയും യോഗ പഠിപ്പിച്ച ഒരു ഗുരു ഉണ്ടായിരുന്നു കോതനല്ലൂർ. പുള്ളിയുടെ ആശാനാണ് നമ്മുടെ ഉണ്ണി. ചിലപ്പോഴേ ഉള്ളൂ. നമ്മളിപ്പോൾ മാനന്തവാടി എത്തി. അത് ഈ മാനന്തവാടി വരാൻ ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ റോഡ് ബ്ലോക്കായിരുന്നു, വഴി നടക്കുന്നുണ്ട്. അപ്പം മാനന്തവാടി കൂടിയാണ് നമ്മൾ പോകുന്നത്. മൈസൂർ നേരെ അപ്പുറം നോയൻട്രി ആയിരുന്നു. അതിൽ നമ്മൾ കറങ്ങിയാണ് ഇവിടെ കയറി വന്നത്. നമ്മൾ കൊണ്ടുവന്നേ കിന്നോ ആയിരിക്കുന്നത്, കിന്നോ ഓറഞ്ച്. പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ ഈയിടെ കൊണ്ടുവന്നത്. ഇതേ കുട്ടയ്ക്കുള്ള വണ്ടി കിടക്കുന്നത്. ഈ കുട്ട വണ്ടിയുടെ പുറകെ പോയാൽ മതി കേട്ടോ, വഴി അറിയത്തില്ലെങ്കിൽ. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, എല്ലായിടത്തും നിർത്തി പോകേണ്ടി. അത് വേണം, നിർത്തി പോകണം. അതെ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് മാനന്തവാടി. അപ്പോഴേ നമ്മൾ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എന്നെ ചോറല്ല പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ രണ്ടും ചോറ്. പുള്ളി ഓടിച്ച് മടുത്തതല്ലേ? അതെ. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ആഹാരവും വിശ്രമവും വേണം. വിശ്രമം ഇപ്പോൾ കിട്ടി, നീ കൊടുക്കേണ്ട ആഹാരം പുള്ളിക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കൊടുക്കണം. അതാണ്ടാ ബിരിയാണി. അതിനകത്തൊന്നും വലിയ ഭാവമൊന്നുമില്ല. ഉണ്ണിക്ക് ഇത് ചോറ് മതിയായിരുന്നു. എനിക്ക് ഇന്നലെ ഇത് വിശ്രമം ഇച്ചിരി കൂടിപ്പോയായിരുന്നു, അതുകൊണ്ട് ഭക്ഷണം ഞാൻ കുറയ്ക്കുക. അതുകൊണ്ട് ബിരിയാണി വേണ്ട, ചോറ് മതി. ഞങ്ങളെ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പന്തി പക്ഷാഭേദം കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവൻ്റെ കൂടെ ഞാനും കൂടി. കാരണം അവനെ തന്നെ ഇട്ടേച്ച് പോരാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ബിരിയാണിയുടെ കൂടെ ഞാനും സിംഗിൾ ബിരിയാണി പറഞ്ഞു. വീണ്ടും ഞാനും ബിരിയാണി പറഞ്ഞു. ആ സിംഗിൾ ആയതുകൊണ്ട് സിംഗിളാ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മുടെ വണ്ടി താഴെയാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാൽ കാണാമല്ലോ. അതെ,
വണ്ടി നിർത്തേക്കുന്നത് ഇവിടെ ആ അതെ അവിടെ. അപ്പം കരിമ്പ് ജ്യൂസ് അവിടെ നിന്ന് കുടിച്ചിട്ട് പോകാം അല്ലേ? തകർത്തേക്കാം. ആ പറഞ്ഞു. ബിരിയാണിയൊക്കെ ഒന്ന് ദഹിക്കണ്ടേ? അതെ, ബിരിയാണി കഴിക്കാൻ പെട്ടെന്ന് വന്ന് കുടിച്ചോ, നല്ല സാധനമാണ്, അടിപൊളിയായിട്ടാ. അടിപൊളിയാണോ? സൂപ്പറാ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ ചാപ്പാടൊക്കെ കഴിച്ച്. അതെ. ഇനി ഒരു കാര്യം ചെയ്യും, ആ നിങ്ങൾ പിന്നെ ഇപ്പം മറ്റേ ഇവിടെ പോകുമ്പോഴൊക്കെ മേഘാലയൊക്കെ പോയപ്പോഴേ ഓരോ കഥകൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഉണ്ടായ കഥകൾ. അപ്പം ഞാൻ നിങ്ങളോട് ലൈവായിട്ട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ വണ്ടി പോയിട്ടുണ്ടല്ലോ, മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന എണ്ണം പറഞ്ഞ ഈ ഇതിനു മുമ്പ് വീഡിയോയ്ക്കകത്ത് പറയാത്ത ഒരനുഭവം എല്ലാവരും പറ. ഒരു കാര്യം എന്നറിയോ, ഈ ഇതില് പറയാത്തതെന്ന് പറഞ്ഞാൽ അതാ ഓർത്തിരിക്കാനാ പാട്. പിന്നെ മറക്കാൻ പറ്റാത്ത അനുഭവം എന്നാന്ന് ചോദിച്ചാ മറന്നുപോയോ? മറക്കാൻ പറ്റാത്ത അനുഭവം മറന്നുപോയോ? അത് ആദ്യം പറഞ്ഞ ഡയലോഗ് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്നാന്ന് വെച്ചാലേ അതല്ല, ഈ ഇതിനകത്ത് പല വീഡിയോകളിൽ നമ്മൾ പല കഥകൾ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതും പറയാത്ത ഏതാന്ന് ഓർക്കല്ലെന്നാണ്. ഒരു കാര്യം ചെയ്യും, ഞാനത് ഓർക്കുമ്പോ പറയാം. അപ്പം ഉണ്ണിയുടെ ജീവിതത്തിൽ ഇതുപോലെ കുറെ നാള് വണ്ടി ഉണ്ടായിരുന്നല്ലോ, 3-4 വണ്ടി പോയി. ഞാനൊരു കാര്യം പറയാം, പറയട്ടെ. 3-4 വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ഇടയ്ക്കൊക്കെ ഉണ്ണിയാണെങ്കിലും ചുമ്മാ ആണെങ്കിലും വണ്ടിയെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഒന്ന് ഉണ്ണിയുടെ ഒന്ന് കഥയൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഒരു മത്സര കഥയാ. ഞങ്ങൾ രണ്ടുപേരും, നിങ്ങളുടെ വണ്ടിയെ ഇവനും നമ്മുടെ വണ്ടിയെ ഞാനും പോയ ഒരു കഥയുണ്ടായിരുന്നു, അത് പറയട്ടെ. പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരു തവണ ബോംബെക്ക് മറ്റേ റബ്ബർ പലക കയറ്റി പോവുക, സിംഗിൾ വണ്ടി റബ്ബർ പലക കയറ്റി. നിന്റെ കൂടെ ആരായിരുന്നാ പോകുന്നത്? ഷാജിച്ചേട്ടൻ. നമ്മുടെ കൂടെ നമ്മുടെ മണിച്ചേട്ടൻ സ്ഥിരം ടീമാണ്. അപ്പോൾ ഞങ്ങൾ ബെൽഗാവി വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടപ്പോഴാണ് മനസ്സിലായത് രണ്ടും ഒരു കമ്പനിക്കുള്ള ലോഡാണ്, ഒരു പാർട്ടിക്കുള്ള ലോഡാ. ഇവൻ പറഞ്ഞു നമുക്ക് മട്ടൻ മേടിച്ച് കറി വെക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊയിലാണ്ട് കണ്ടു. അന്നേരം പറഞ്ഞു മട്ടൻ മേടിച്ച് കറി വെക്കാം, നമ്മൾ ബെൽഗാവി മട്ടൻ കിട്ടുമല്ലോ. മട്ടൻ മേടിച്ച് ഞങ്ങൾ കറിയൊക്കെ വെച്ച് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഇവര് പതുക്കെ എടുത്തങ്ങ് പോയി. ഇവര് ആദ്യം മട്ടറൊക്കെ വെച്ചങ്ങ് പോയി. ഇവര് കാണുമെന്ന് കരുതി ഞങ്ങൾ പതുക്കെ പുറകെ പോവാ. കുറച്ച് ഇവരുടെ പൊടി പോലും ഇല്ല. അന്ന് നമ്മൾ ഒക്ട്രോയ് അടയ്ക്കണമായിരുന്നു, ചെമ്പൂര് ഒക്ട്രോയ് അടയ്ക്കണമായിരുന്നേ. ഒക്ട്രോയ് അടയ്ക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും അറിയാം സ്ഥലത്തോട്ടാ. അവിടെ കഴിച്ചോണ്ടിരുന്നപ്പോൾ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഇവൻ പക്ഷി പറക്കുന്ന പോലെ പറക്കുമായിരുന്നു അവിടുന്ന്. ശരിക്കും പറഞ്ഞത് കൂടെയുള്ള ആള്. അത് എനിക്ക് കൂടെയുള്ള ആളുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം എന്താന്ന്. എന്നിട്ട് ഇവര് നേരത്തെ തലേദിവസം രാത്രി ഏതാണ്ട് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കമ്പനിയിൽ പോയി കിടന്നു, ഇറക്കുന്നിടത്ത് ചെന്നു. പിറ്റേ ദിവസമല്ലേ ഇറക്കുള്ളൂ. ഞങ്ങൾ ചെല്ലുന്നേ രാവിലെ ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഇവര് തലേദിവസം ചെന്ന് അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ പുറകെ കൊണ്ട് ഇവരുടെ വണ്ടിയുടെ പുറകെ കൊണ്ട് ഇട്ടു കഴിഞ്ഞ് രാവിലെ 10 മണിയായി, 11 മണിയായി, 12 മണിയായി. ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തോട്ട് ഇവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പാർട്ടി ഇത് ഇറക്കാനായിട്ടുള്ള യാതൊരു നടപടികളും അവിടെ നടക്കുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 1 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് കുറെ 2-3 പേര് വന്ന് ഇവന്റെ വണ്ടി ഇറക്കാൻ തുടങ്ങി. വണ്ടി ഇറക്കി ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇറക്കി കഴിഞ്ഞ് ഇവൻ അവിടെ നിന്ന് വലിച്ചു വിട്ടൊരു ഒറ്റ പോക്കും പോയി. ഇല്ല, ഒന്നിച്ചല്ല ഇറക്കിയത്. ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയായപ്പം ഇറക്കി രാത്രി. നിങ്ങളുടെ 9 മണിയായപ്പോ ഇറക്കി. ഞങ്ങൾ നേരെ മറ്റേ ദാനാമന്ത്രം അവിടെ വണ്ടി കിടക്കുന്ന സ്ഥലമില്ല, പാർക്കിങ്, അവിടെ ചെന്നപ്പോ ഇവനവിടെ കിടപ്പുണ്ട്, ലോഡായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആ വൈകുന്നേരവും വീണ്ടും ആഹാരമൊക്കെ കഴിച്ചു വെച്ച് സന്തോഷത്തോടു കൂടി അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഏറ്റ്. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കുറെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൃഷ്ണയോ ആരാണ്ട് ഒരാൾ വന്ന് ഇവനെ വിളിച്ചു. അന്തേരി എന്ന് കയറ്റിയിട്ട് ബോംബെ മസ്ജിദ് ബന്ദർ കയറ്റി എറണാകുളം ഇവര് ലോഡ് കയറ്റാൻ പോയി. ഞങ്ങൾക്ക് അന്ന് ലോഡില്ലെന്നൊക്കെ കരുതി ഇങ്ങനെ വിഷമിച്ച് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായി. ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഒരു 5 മണിയായപ്പോ ദേണ്ടോ കോണ്ടിവായില്ലേ നമ്മുടെ അവിടെ കയറ്റുന്ന ആള്, ആ പുള്ളി ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു നേരെ ദാനാമന്തർ പോകാൻ പറഞ്ഞു. അവിടെ അല്ല മസ്ജിദ് ബന്ദർ അവിടെ നമ്മുടെ KRSന്റെ ഓഫീസിലോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് അവിടുന്ന് ഫുള്ള് കോട്ടയം. അതാ പറഞ്ഞ എനിക്ക് അന്നേരം മനസ്സിലായി. ഫുള്ള് കോട്ടയം കയറ്റി പകുതി മുക്കാലും ആയപ്പോഴുണ്ടല്ലോ ഇവൻ അതിലേക്കൂടെ വട്ടടിക്കുക. ഞങ്ങളുടെ വണ്ടി പോയാലേ ഇവനവിടെ പാർക്ക് ചെയ്യാൻ പറ്റും.
അവിടെ 2-3 സ്ഥലം പോയി രണ്ടു മൂന്ന് സ്ഥലം കയറി ഇവൻ വന്ന കയറ്റി വേർത്ത് കുളിച്ച് വന്നപ്പോ ഞങ്ങള് ഞെളിഞ്ഞു വന്ന് കോട്ടയം കയറ്റുക. അത് കഴിഞ്ഞ് ഇപ്പം വഴിക്ക് വെച്ച് ഞങ്ങൾ പിന്നെ ഒരുമിച്ചാ പോയത്. പിന്നെ മത്സരിക്കേണ്ട കാര്യമില്ല. ഇവര് എറണാകുളത്തിന് ഞങ്ങൾ കോട്ടയത്തിന് പറയാ എന്റെ അളി അവനോട് അയാളെ മറ്റേ പുള്ളിയോട് ഞാൻ പറഞ്ഞതാ ധൃതി വെച്ച് പോകണ്ട പതുക്കെ പോയാ മതി. പുള്ളിയുടെ പേര് തന്നെ അതാണല്ലോ. ഏതാ അത് ഞാനോട് പറയുന്നത് ശരിയല്ല. അയ്യോ ചിരിക്കാത്. പുള്ളി ഇത് കേട്ടാ നമ്മളെ വരുമ്പോ അന്വേഷിക്കൂല്ലേ, അല്ലെ അവിടെ വെച്ച് സ്മരിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെ ഇതാരുടെ കാലേ താനേ പർലിക്കായ കാലേ മാലേ കാല. അതെ അതെ അത് തന്നെ സംഭവം.